ഹലോ ഗൈസ്. യെസ്, അശ്വതി അക്ഷയും ആതിരയും എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എത്രാമത്തെ തവണ വരുന്നേ? എന്നിട്ട് രാവിലെ എന്താ ചെയ്തേ? പാല് മേടിക്കാൻ പോയി അങ്ങ് പോയി. എന്നിട്ട് ഇത് പറിച്ചിട്ട് വന്നു. വലിയ സംഭവം ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? രാഹുലിനെ കണ്ടു കഴിഞ്ഞാ ഇത്രയും വെള്ളം എനിക്ക് എന്നിട്ട് 2 കുഞ്ഞു ബക്കറ്റ് വെള്ളത്തിൽ അലക്കണം. കഷ്ടപ്പാട്. അപ്പൊ ഇന്ന് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോണത് നിങ്ങളെ കാണിച്ചു തരാൻ പോണ്. ഓക്കെ, ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ഞങ്ങൾക്കൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് ഞാൻ വീട്ടിലേക്ക് വരുമാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് 2 പേരും കൂടെ എൻ്റെ കൂടെ ചാടി കുട്ടനാട്ടിലേക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം 2 പേർക്കും ഭയങ്കര കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വള്ളം തുഴയണം, മീൻ പിടിക്കണം, കായലിലിറങ്ങണം, അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെ തന്നെ മീൻ പിടിച്ച് അപ്പോൾ തന്നെ വറുത്ത് തിന്നണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ അതിൻ്റെ ചൂണ്ടയും കൊണ്ട് ഇറങ്ങിയെങ്കിലും മീൻ തീറ്റി കൊടുത്തിട്ട് പുള്ളിക്കാരത്തിൽ കയറി പോന്നു. അടുത്തതായിട്ട് വള്ളം തുഴച്ചിലായിരുന്നു. അപ്പോൾ അശ്വതിനെ കയറ്റി അച്ഛൻ കുറേ നേരം തുഴഞ്ഞു. അതിനിടയ്ക്ക് അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നു ചേച്ചിയായിട്ട്. അതിനുശേഷം ആതിരനെയാണ്. അതിനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒട്ടും പേടി വള്ളത്തിൽ കയറാനെന്ന്. ആദ്യത്തെ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അച്ഛനയുടെ റൈഡറാക്കി വള്ളം വെള്ളത്തിലേക്ക് പഠിപ്പിച്ചു. പിന്നെ കയറ്റാനായിരുന്നു പാട് പുള്ളിക്കാരത്തിന്. അപ്പോൾ അതിനുശേഷം അമ്മ പറഞ്ഞു നമ്മൾക്ക് പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് പൂ വേണം. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി 2 പേരും കൂടെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അപ്രൻറ്റീസ് ആയിട്ട് അങ്ങനെ അവർ പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലാക്കണം, എന്നെ കുളിക്കാൻ വിളിക്കുകയാണ് ഇവര്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുളിസീനാണ്. അപ്പോൾ അങ്ങനെ ഒരു കുളിക്കൊക്കെ ശേഷം 2 പേരെയും കൊണ്ട് ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോണത്. അപ്പം 2 പേരും ഋഷിക്കുട്ടനെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. പിന്നെ പിള്ളേരെ 1 വയസ്സിൽ ബർത്ത്ഡേക്കാണ് കണ്ടത്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരം പിള്ളേരെയൊക്കെ കളിപ്പിച്ചു. അപ്പം നമ്മുടെ ഋഷിക്കുട്ടനെ അങ്കുമാലിയിൽ നിന്നാണ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എത്തിച്ചിരിക്കുന്നത്, നമ്മുടെ അശ്വതി. അങ്ങനെ നമ്മൾ നേരെ ഈ തടിപൊഴിപാട് നേർന്നിരിക്കുന്ന വീട്ടിലോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ കയ്യിലൊരു പിള്ളേരെയൊക്കെ കൊടുത്തു. അവിടെ ഇങ്ങനെ കൊട്ടും ബഹളമൊക്കെ ഉണ്ട്. അപ്പം ഇവർക്കിതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതെന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ കൊടുത്തു. അതിനുശേഷം ഇതാണ് നമ്മളുടെ വേദാച്ചിൻ്റെ ഷോ. എവിടെ പോയാലും ഈ പിള്ളേർക്ക് ഒരു കരച്ചിൽ, അത് നിർബന്ധമാണ്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ചിവരെ കൊണ്ടുപോകുന്നത് ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാനൊരു ഡ്രൈവറിനെ പ്രത്യേകം പറഞ്ഞ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളുടെ സഞ്ജയ് അണ്ണൻ. അങ്ങനെ ചേച്ചിനെയും പിള്ളേരെയും പുള്ളിയുടെ കൂടെ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ഒരു ചായ കൂടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പിള്ളേരെ ഒരുക്കാൻ ആദിരാജിയുടെ കൊടുത്ത പ്രഹസനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ടാസ്കിന് ശേഷം പിള്ളേരെയൊക്കെ ഒരുക്കി എങ്ങനെയോ ഇറക്കി നമ്മൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ താലം എടുത്തപ്പോൾ ആദിരാജി നമ്മുടെ പിള്ളേരെ എടുത്തു. ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോയതായത് ഏറ്റവും അടിപൊളി സംഭവം. ആദിരാജി പെട്ടിയോട്ടേ കയറില്ലെന്നുള്ളൊരു കുറവിനി വേണ്ടല്ലോ. അങ്ങനെ പെട്ടിയോട്ടയിലാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ കുട്ടനാടിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരും. എന്താ പറയാനുള്ളത്? ചോദിക്കലും പറച്ചിലൊന്നുമില്ല, ഇനി വരും. ഇനി ആതിര ഇനി ഇവിടെ വരില്ല. ആര് പറഞ്ഞു? പിള്ളേരെ കാണാത്ത വിഷമം ഇതോടുകൂടി തീർന്നു കാണും. ആതിരയായിരുന്നു പിള്ളേര്. അവരെ നമ്മൾ ബോട്ട് കയറ്റിയിടാൻ പോകണം. ഞാൻ ഇങ്ങോട്ട് കയറി വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ശരി ഗൈസ്. അപ്പൊ നമ്മുടെ അങ്ങനെ നമ്മൾ അവരെ യാത്ര അയച്ചു. ഓക്കെ, ബൈ ബൈ.